ഞാനിപ്പോൾ നിൽക്കുന്നത് എളയാവൂരാണ്. അതായത് ദേശീയപാതയുടെ ഒരുപാട് പ്രശ്നങ്ങൾ. ചില സ്ഥലത്ത് വീതിയില്ല, ചില സ്ഥലത്ത് ആളുകൾക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല, ചില സ്ഥലത്ത് ആക്സിഡൻറ്റ് സ്ഥിരമായിട്ടുണ്ടാകുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ട് നാട്ടുകാർ സംഘടനയും അതുപോലെ തന്നെ സമരങ്ങൾ, അതുപോലെ മീറ്റിങ്ങൊക്കെ വിളിച്ചു ചേർത്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് MLA-യും കലക്ടറും ഇന്ന് ഈ ഒരു സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് MLA-യോട് തന്നെ ഈ ഒരു റോഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ചാലയിൽ SA റോഡിൽ നിരന്തര ആക്സിഡൻ്റ് ഉണ്ട്, അതുപോലെ കീഴ്ത്തള്ളി റോഡിലൊരു പോസ്റ്റ് ഉണ്ട്. ഇതിനൊക്കെ എന്താണ് പ്രതിവിധി എന്ന് നമുക്ക് MLA-യോട് നേരിട്ട് തന്നെ ചോദിക്കാം. റോഡിൻ്റെ നടുക്ക് ഒരു പോസ്റ്റ്, അതുപോലെ തന്നെ ചാലയിൽ ദിനം പ്രതി ആക്സിഡൻറ്റ്. ചാല SA റോഡിൻ്റെ അവിടെ 1 വേ വെച്ചിട്ടുണ്ട്, എന്നാലും വാഹനങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് കയറി വരുന്നത് കാണുന്നില്ല. ഇങ്ങനെ അങ്ങോട്ട് സ്പീഡിലായിട്ട് പോകുന്നു. അവിടെ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ട് നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അതിന് പ്രതിവിധി? അത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളൊക്കെ ചേർന്നതാണ്. ആ യോഗത്തിൽ ആരും ഈ വിഷയം ഉന്നയിച്ച് കണ്ടില്ല. ഏതായാലും അങ്ങനെ ശ്രദ്ധയപ്പെടുന്ന കാര്യങ്ങൾ, അങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ, അത് ശ്രദ്ധയപ്പെട്ടാൽ അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നത് 100% ഉറപ്പിക്കാം. ഇപ്പോൾ മേലേച്ചുവേലെ ബൈപ്പാസ് ട്രാഫിക് കുരുക്കുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടന്നപ്പോൾ അവിടെയുള്ള ഓരോ പോയിന്റും നോട്ട് ചെയ്തിട്ട് മീറ്റിംഗിൽ പറയുകയും അതൊക്കെ തന്നെ 3 ദിവസം കൊണ്ട് ക്ലിയർ ചെയ്യണം എന്ന് നിർദ്ദേശം കൊടുക്കുകയും അത് 3 ദിവസം കൊണ്ട് ക്ലിയർ ചെയ്യുകയും തൊട്ടടുത്ത ദിവസം പണി തുടങ്ങണമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം പണിയും ആരംഭിച്ചു. അതിപ്പോൾ ഭൂരിഭാഗവും പൂർത്തിയാക്കി. പിന്നീട് മഴ പെയ്തപ്പോഴാണ് നിർത്തിയത്. അതിനുശേഷം തുടർച്ചയായ മഴയാണ്. ഇതിപ്പോൾ ഏത് പോസ്റ്റാണ് മാറ്റേണ്ടതെന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കീഴ്ത്തള്ളിയിലെ പ്രശ്നം പറഞ്ഞു, അതും എന്താണോ ഇതിൻ്റെ തുടർച്ചയായിട്ട് ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ അത് ആർക്കായാലും, ജനങ്ങൾക്ക് ആർക്കായാലും അവിടെ MLA ഓഫീസിൽ എഴുതി കൊടുത്താൽ അത് മൊത്തമായി ക്രോഡീകരിച്ച് ബന്ധപ്പെട്ട കമ്മിറ്റി വിളിച്ചു ചേർക്കാൻ പറയുകയും ആ കമ്മിറ്റികളെ കൊണ്ട് തീരുമാനം എടുപ്പിച്ച് അത് നടപ്പാക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് കഴിഞ്ഞ ദിവസം സ്കൂൾ ബസ്സാണ് അവിടെ അപകടത്തിൽപ്പെട്ടത്. പിന്നെ രാത്രി കാലങ്ങളിൽ ഒരുപാട് വാഹനം, എനിക്കടക്കം അത് ട്രാഫിക് പോലീസ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ഏതാണ് വിഷയം എന്നുള്ളത് ട്രാഫിക് പോലീസ് അങ്ങനെ ശ്രദ്ധയിൽ വന്നില്ല. ചില സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് അപകടങ്ങൾ ഉണ്ടെങ്കിൽ ആ അപകടത്തിന് കാരണമാകുന്നത് എന്താണോ ആ കാര്യത്തിൽ ഇടപെട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. കീഴ്ത്തള്ളിയിലെ നാസ് ഹോട്ടലിന്റെ പരിസരത്താണ് പോസ്റ്റ് റോഡിൽ കാണുന്നത്. ഒരു ബസ്സിന് ജസ്റ്റ് കടന്നു പോകാൻ ആൾക്കാർ ഉരച്ചിട്ടാണ് വാഹനങ്ങൾ പോകുന്നത്. ഞാനത് പരിശോധിക്കാം. മിക്കവാറും അത് സർവീസ് റോഡിന്റെ ഭാഗത്താവാനാ ചാൻസ്. അതായത് 2023 മെയിൻ റോഡിൽ നിന്ന് പോസ്റ്റ് പൊരിച്ച് സൈഡിലേക്ക് മാറ്റിയതാണ്. ഇപ്പോഴും വീണ്ടും അത് സർവീസ് റോഡിന്റെ ഭാഗമല്ലേ? സർവീസ് റോഡ്. ആ സർവീസ് റോഡ് കുറെ കാലമായിട്ട് ആരും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. മറുവശത്ത് സർവീസ് റോഡ് വന്നു. അതിലൂടെയാണ് ഇപ്പോൾ വാഹനം അപ്പ് ആൻഡ് ഡൗൺ പോകുന്നത്. ഓപ്പോസിറ്റ് സൈഡാണ്, ലെഫ്റ്റ് സൈഡ് അല്ല. എന്തായാലും ലെഫ്റ്റ് സൈഡ് കൂടി സർവീസ് റോഡ് ഉണ്ട്. അത് ഗതാഗത യോഗ്യമാക്കിയിട്ട് സർവീസ് റോഡ് ഉപയോഗപ്പെടുത്തുന്ന സമയത്തിന് മുൻപായിട്ട് അത്തരം കാര്യങ്ങൾ ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പരിഹരിക്കാം. ദേശീയപാത മുണ്ടയാട് ഇളയാവൂർ കീഴ്ത്തള്ളി ബൈപ്പാസിൽ സർവീസ് റോഡില്ലാത്തതിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ അഡ്വക്കേറ്റ് TO മോഹനൻ MLA-യുടെയും ജില്ലാ കളക്ടർ P വിഷ്ണുരാജിന്റെയും നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. മുണ്ടയാർ ജേർണലിസ്റ്റ് കോളനി മുതൽ കീഴ്ത്തള്ളി വരെയുള്ള ഭാഗങ്ങളിൽ ഇരുവശത്തും 4 കിലോമീറ്ററോളം ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിക്കണം. ഇതിനായുള്ള സ്ഥലം പലയിടങ്ങളിൽ നിന്നും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും നിർമ്മാണം തുടങ്ങിയിട്ടില്ല. ഇതുവഴി സർവീസ് റോഡുകൾ യാഥാർത്ഥ്യമാക്കിയാൽ ഈ പ്രദേശങ്ങളിലെ നാട്ടുകാർക്ക് മാത്രമല്ല തലശ്ശേരി ഭാഗത്തു നിന്ന് കണ്ണൂർ നഗരത്തിലേക്ക് എത്തുന്നവർക്കും ഗുണകരമാകുമെന്ന് TO മോഹനൻ MLA ചൂണ്ടിക്കാട്ടി. മേലെ ചൊവ്വ മുതൽ കണ്ണൂരേക്കുള്ള ഗതാഗതക്കുരുക്കുകൾ സർവീസ് റോഡ് യാഥാർത്ഥ്യമാക്കാൻ പാടെ കുറയും. ദേശീയപാത ഇതുവഴി വന്നതോടെ സർവീസ് റോഡില്ലാത്തതിനാൽ 300ഓളം കുടുംബങ്ങൾ ഇവിടെ മാത്രം ഒറ്റപ്പെടുകയാണ്. തങ്ങളുടെ പ്രതിസന്ധികൾ പ്രദേശവാസികൾ അധികൃതരോട് വിശദീകരിച്ചു. മുണ്ടയാട് ജേർണലിസ്റ്റ് കോളനിക്ക് സമീപം സർവീസ് റോഡായി ഉപയോഗിക്കാൻ പറ്റുന്ന പാത കുറച്ച് ഭാഗം നിലവിലുണ്ട്. ഇത് വീതി കൂട്ടി ഇളയാവൂർ ആടിപ്പാതയിലേക്ക് യോജിപ്പിക്കാൻ കഴിയും. ഇരുഭാഗത്തും ഇതിനായി ഏറ്റെടുത്ത സ്ഥലത്ത് കൂടി എളുപ്പത്തിൽ സർവീസ് റോഡ് നിർമ്മിക്കാൻ കഴിയുമെങ്കിലും നടപടികൾ തുടങ്ങിയിട്ടില്ല. ദേശീയപാത നിർമ്മാണം തുടങ്ങിയത് മുതൽ 5 വർഷമായി സർവീസ് റോഡില്ലാത്തതിനാൽ പാതയോരത്തുള്ള പ്രദേശവാസികൾ ബുദ്ധിമുട്ടുകയാണ്. ഇതിന് പരിഹാരമായി സർവീസ് റോഡ് നിർമ്മാണം ഉടൻ തുടങ്ങാനുള്ള തീരുമാനമുണ്ടാകണമെന്ന് ദേശീയപാത നിർമ്മാണ അതോറിറ്റിക്ക് TO മോഹനൻ MLA നിർദ്ദേശം നൽകി. മഴക്കാലം തുടങ്ങിയതോടെ ഇവിടെ പലയിടങ്ങളിലും സർവീസ് റോഡായി ഉപയോഗിക്കുന്ന വിധത്തിൽ നിർമ്മിച്ച മൺപാതകൾ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇതുവഴി വീടുകളിലേക്കും മറ്റു വാഹനങ്ങൾ പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇതിന് താൽക്കാലികമായും അടിയന്തര പരിഹാരം കാണണം. സർവീസ് റോഡ് നിർമ്മിക്കുന്നതിലൂടെ ഇപ്പോൾ ഗതാഗത തടസ്സമുള്ള വീട്ടുകാർക്കും വാഹന സൗകര്യമുള്ള പാത ഉറപ്പാക്കണം. ദേശീയപാത തങ്കേക്കുന്ന് മുട്ടോളം പാറയിലും സംയുക്ത സംഘം നേരിട്ട് സന്ദർശിച്ചു. ദേശീയപാത തുറന്നു നടക്കുന്നതൊപ്പം സർവീസ് റോഡില്ലാത്തതിൻ്റെ പേരിലുള്ള നാടിൻ്റെ ആശങ്കകളും പരിഹരിക്കണമെന്ന് ജനകീയ കർമ്മസമിതി ഭാരവാഹികൾ MLA-യും കളക്ടറുമായ സംയുക്ത സംഘത്തിനോട് ആവശ്യപ്പെട്ടു. അസിസ്റ്റന്റ് കളക്ടർ S സ്വാതി, MLA ഡെപ്യൂട്ടി കളക്ടർ AK അനീഷ്, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ KK സുബേർ, ദേശീയപാത അതോറിറ്റി ഡയറക്ടർ ഡിവിഷൻ പ്രൊജക്ടർ ഡയറക്ടർ ഉമേഷ് ഗാർഗ്, സൈറ്റ് എഞ്ചിനീയർ ഹരികേഷ് മിശ്ര, ദേശീയപാത നിർമ്മാണ കരാർ വിഭാഗ വിശ്വാസമുദ്ര പ്രൊജക്ട് മാനേജർ K ചക്രപാണി,
സെറ്റ് എഞ്ചിനീയർ AG ശ്യാംലാൽ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ദേവാട്ടൻ, അതായത് ഈ റോഡിന്റെ പ്രശ്നങ്ങളിലൊക്കെ ഒരുപാട് ഇടപെട്ട നമ്മുടെ എളയാവൂരിന്റെ സ്വന്തം ദേവാട്ടൻ. അതെ. അപ്പോൾ ദേവാട്ടൻ, നമുക്കിപ്പോൾ ഇവിടെ MLA അതുപോലെ കളക്ടറൊക്കെ വന്ന് ഈ ഒരു റോഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു യഥാർത്ഥ പ്രശ്നങ്ങൾ ഇവിടെ? എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കോഴി ഓഫീസ് വരെയുള്ള സ്ഥലത്തേക്ക് ഈ സൈഡ് റോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, താറിട്ട് ഉറപ്പിച്ചിട്ട്. അതിന്റെ അപ്പുറത്തും അങ്ങനെ തന്നെ ഉറപ്പിച്ചിട്ട് ഈ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങോട്ട് റോഡ് വന്നില്ല. അത് വന്നില്ല എന്ന് മാത്രമല്ല, ഒരു സൈഡ് നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ അവിടെ ആക്ക് നടന്നു പോകാൻ പോലും വഴി ഇവരുണ്ടാക്കിയിട്ടില്ല. MLA പറഞ്ഞപ്പോൾ MLA പറഞ്ഞ ഒരു JCB വെച്ച് വലിക്കേണ്ട കാര്യമല്ലോ, സിമ്പിളായിട്ട് പറയുകയില്ലേ. അങ്ങനെ അത് വലിച്ചു കിട്ടാതുകൊണ്ടല്ലേ നമ്മൾ ഈ പരാതി പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഭാഗത്ത് അതുണ്ട്, ഈ ഭാഗത്ത് ഇതുണ്ട്. അപ്പൊ അതൊന്ന് ഇത്രയും വേഗം പരിഹരിച്ച് കിട്ടിയാൽ നമുക്ക് നല്ലത്.